Hi everyone, I welcome you all for today's session. Okay, anyone remember what I have taught you in the last session? മിസ് കഴിഞ്ഞ സെഷനിൽ എന്തെടുത്തെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യെസ്, ഐ ഹാവ് ടേക്കൻ ദ പോയം ഐ ആം ലക്കി അല്ലേ? മിസ് ഐ ആം ലക്കി എന്ന് പറഞ്ഞൊരു പോയമാണ് എടുത്തത്. അതിൻ്റെ ഹാഫ് പോർഷൻ മിസ് എടുത്തു അല്ലേ? അത് മിസ് ഇത് ഒരു പോയമാണ് കേട്ടോ. ഒരു പോയം നിങ്ങൾക്ക് കുറച്ച് വലുതായതുകൊണ്ട് മിസ് അത് 2 സെഷനിലായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് അതിൻ്റെ പകുതി മിസ് കഴിഞ്ഞ സെഷനിലെടുത്തു. ഇന്ന് അതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ടാണ് മിസ് എടുക്കുന്നത് കേട്ടോ. So before starting a new session and the new part, let me summarize the content of the first session. Okay, നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് രണ്ടാമത്തെ സെഷനിലേക്ക് കടക്കണേക്കാളും മുന്നേ മിസ് ഈ ഫസ്റ്റ് സെഷനിൽ ഈ പോയമിനെ കുറിച്ച് മിസ് എന്താ പറഞ്ഞത് മിസ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. So let me read the poem first. Okay, the poem name is I am lucky. I am lucky. If I were a butterfly, I would be thankful for my wings. If I were a myna in a tree, I would be thankful that I could sing. If I were a fish in the sea, I would be thankful that I can wriggle and giggle with glee. So I just think I am lucky to be me, not you, but me. Okay, ഈ കുട്ടി എന്താ പറയണത്? എന്നെ എങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത് അതിൽ ഞാൻ ലക്കിയാണ് അല്ലേ? സോ ഈ കുട്ടി പറയണത് ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ എനിക്ക് വിങ്സ് തന്നതിൽ ഞാൻ താങ്ക്ഫുൾ ആയേനെ, ഞാൻ നന്ദി പറഞ്ഞേനെ. ഇനി ഞാനൊരു മൈനയാണെങ്കിലോ? മൈനയാണെങ്കിൽ എനിക്ക് പാടാനുള്ള കഴിവ് തന്നതിൽ ഞാൻ നന്ദി പറഞ്ഞേനെ. ഇനി ഞാനൊരു ഫിഷ് ആണെങ്കിലോ? എനിക്ക് റിഗിൾ ചെയ്യാനുള്ള കഴിവുണ്ട്. റിഗിൾ എന്ന് പറഞ്ഞാൽ മിസ് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടു മൂവ് സ്ലോലി. വെള്ളത്തിൻ്റെ അടിയിൽ എനിക്ക് നീങ്ങി പോകാനുള്ള സ്വിമ്മ് ചെയ്ത് പോകാനുള്ള കഴിവ് തന്നതിൽ ഞാൻ നന്ദി പറഞ്ഞേനെ. മാത്രമല്ല ഐ ക്യാൻ ഗിഗിൾ വിത്ത് ഗ്ലീ, എനിക്ക് സന്തോഷം കൊണ്ട് ചിരിക്കാനും കഴിഞ്ഞേനെ. ഓക്കെ, സോ ഇതൊക്കെയാണെങ്കിലും ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ എങ്ങനെയാണോ ദൈവം സൃഷ്ടിച്ചത് അതിൽ ഞാൻ ലക്കിയാണ്. നോട്ട് യു. നീ ആരല്ല? നോട്ട് യു പറഞ്ഞാൽ ബട്ടർഫ്ലൈ അല്ല, മൈനയല്ല, ഫിഷ് അല്ല, ബട്ട് മീ. എന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതിൽ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ലക്കിയാണ്. അതുവരെയാണ് മിസ് കഴിഞ്ഞ സെഷനിലെടുത്തത് കേട്ടോ. സോ ടുഡേ വിൽ മൂവ് ഓൺ ടു ദ പാർട്ട് 2. മിസ് നേരത്തെ പറഞ്ഞു ഇത് 2 പാർട്ടല്ല, ഒരു പാർട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മിസ് ഇത് 2 സെക്ഷനായിട്ട് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. സോ ലെറ്റ് മീ റീഡ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ പോയം. If I were an elephant, I would be thankful that I can raise my trunk. If I were a kangaroo, I would try to hop right up to the moon. If I were an octopus, I would be thankful for my 8 arms. So I just think I am lucky to be me, not you, but me. What do you think you want to be? Do you want to be like me? Or just you? Just you. Okay, now let me make you understand this poem. Okay, ഈ പോയമിൻ്റെ കണ്ടൻറ്റ്, ഈ പാർട്ട് 2ൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് മിസ് പറഞ്ഞു തരാം. So we can start with first line. If I were an elephant, I would be thankful that I can raise my trunk. Okay, ഇനി ഞാനൊരു എലിഫൻ്റ് ആണെങ്കിലോ? എലിഫൻ്റ് ആയിരുന്നെങ്കിൽ ഐ വുഡ് ബി താങ്ക്ഫുൾ ദാറ്റ് ഐ ക്യാൻ റൈസ് മൈ ട്രങ്ക്. എനിക്ക് എൻ്റെ ട്രങ്ക് റൈസ് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ താങ്ക്സ് പറഞ്ഞേനെ. ട്രങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എലിഫൻറ്റിൻ്റെ നോസിനെയാണ് നമ്മൾ ട്രങ്ക് എന്ന് പറയുക. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എലിഫൻറ്റിനെ എല്ലാവരും കണ്ടിട്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ട്രങ്ക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൈസ് ചെയ്യണത് നമ്മൾ കണ്ടിട്ടില്ലേ? അത് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ താങ്ക്സ് പറഞ്ഞേനെ. നെക്സ്റ്റ് ലൈൻ, ഇഫ് ഐ വേർ കാംഗ്രൂ. ഇനി ഞാൻ ഒരു കാംഗ്രൂ ആയിരുന്നെങ്കിലോ? ഐ വുഡ് ട്രൈ ടു ഹോപ്പ് റൈറ്റ് അപ്പ് ടു ദ മൂൺ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടി പോവുക. കാംഗ്രൂ എന്താ ചെയ്യുക? ഇങ്ങനെ ചാടി പോവും, ഹോപ്പ് ചെയ്ത് പോവും അല്ലേ? അപ്പം ഞാൻ എങ്ങോട്ടാണ് ഹോപ്പ് ചെയ്തിരുന്നത്? ഞാൻ മൂണിലേക്ക് ഹോപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചേനെ. ഓക്കെ, ഇഫ് ഐ വെയർ എ കാംഗ്രൂ ഐ വുഡ് ട്രൈ ടു ഹോപ്പ് റൈറ്റ് അപ്പ്
ടു ദ മൂൺ. ഞാൻ മൂണിലേക്ക് ഹോപ്പ് ചെയ്യാൻ ശ്രമിച്ചേനെ. യു ക്യാൻ സീ ഓൺ ദ സ്ക്രീനിൽ കണ്ടില്ലേ കാംഗറു മൂണിലേക്ക് ഹോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ലൈൻ. ഇഫ് ഐ വെയർ ആൻ ഒക്ടോപ്പസ്. ഇനി ഞാനൊരു ഒക്ടോപ്പസ് ആണെങ്കിലോ? ഐ വുഡ് ബി താങ്ക്ഫുൾ ഫോർ മൈ 8 ആംസ്. നിങ്ങളെല്ലാവരും ഒക്ടോപ്പസിനെ കണ്ടിട്ടില്ലേ? ഇറ്റ്സ് എ സീ ക്രിയേച്ചർ അല്ലേ? സീയിൽ താമസിക്കുന്ന, സീയിൽ ജീവിക്കുന്ന ഒരു സാധനമാണ്, ഒരു ക്രിയേച്ചറാണ് ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് ഹാവ് ഹൗ മെനി ആംസ്? 8 ആംസ്. അപ്പോൾ ഒക്ടോപ്പസ് ആണെങ്കിൽ, ഞാനൊരു ഒക്ടോപ്പസ് ആയിരുന്നെങ്കിൽ എനിക്ക് 8 ആംസ് തന്നതിൽ ഞാൻ താങ്ക്ഫുൾ ആയേനെ, ഞാൻ നന്ദി പറഞ്ഞേനെ. ഓക്കെ, സോ വീണ്ടും ഈ കുട്ടി പറയുന്നത് എന്താണെന്നറിയോ? സോ ഐ ജസ്റ്റ് തിങ്ക് ഐ ആം ലക്കി ടു ബി മീ. ഞാൻ വീണ്ടും പറയാണ്, ഞാനായതിൽ ലക്കിയാണ്. ഞാൻ എന്താ ചിന്തിക്കുന്നതെന്നറിയോ? ഞാൻ എന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതിൽ ഞാൻ ലക്കിയാണ്. ഓക്കെ, നോട്ട് യു. എന്ന് പറഞ്ഞാൽ ഇപ്പം ആരൊക്കെയാണ് പറഞ്ഞത്? എലിഫൻ്റ് അല്ല, കാംഗ്രൂ അല്ല, ഒക്ടോപ്പസ് അല്ല, ഇവരൊന്നും ആയിട്ടല്ല കേട്ടോ ഞാൻ ലക്കി. എന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത്, ഐ ജസ്റ്റ് തിങ്ക് ഐ ആം ലക്കി ടു ബി മീ. എന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതിൽ ഞാൻ ലക്കിയാണ്. നോട്ട് യു ബട്ട് മീ. നിങ്ങളെ പോലെയല്ല, എന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതിൽ ഞാൻ ലക്കിയാണ്. In the next line, she's asking a question to us. ഈ കുട്ടി ഇപ്പം നമ്മളോടാണ് കേട്ടോ ചോദ്യം ചോദിക്കണത്. എന്താ ചോദിക്കണത്? വാട്ട് ഡു യു തിങ്ക് യു വോണ്ട് ടു ബി? നിങ്ങൾ എന്താവണമെന്നാ നിങ്ങൾക്ക് ആഗ്രഹം? വാട്ട് ഡു യു തിങ്ക് യു വോണ്ട് ടു ബി? എന്താ നിങ്ങൾക്ക് ആഗ്രഹം? നിങ്ങൾക്ക് എന്താവണം? എലിഫൻ്റ് ആവണോ, കാംഗ്രോ ആവണോ, ഒക്ടോപ്പസ് ആണോ, ബട്ടർഫ്ലൈ ആണോ, മൈനയാണോ, ഫിഷ് ആണോ, ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ആവണോ നിങ്ങൾക്ക്? അതോ ഈ ചൈൽഡിനെ പോലെ ആയാൽ മതിയോ? അതാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് യു വോണ്ട് ടു ബി? ഡു യു വോണ്ട് ടു ബി ലൈക്ക് മീ? ആ കുട്ടി ചോദിക്കണത് നിങ്ങൾക്ക് എന്നെ പോലെ ആവണോ? ഡു യു വോണ്ട് ടു ബി ലൈക്ക് മീ? നിങ്ങൾക്ക് ആ കുട്ടിയെ പോലെ ആവണോ? ഓർ ജസ്റ്റ് യു. നിങ്ങൾക്ക് എന്നെ പോലെ ആവണോ അതോ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ ആയാൽ മതിയോ? അതാണ് കേട്ടോ ലാസ്റ്റ് ചോദിക്കണത്. ആ കുട്ടി അവസാനം നമ്മളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആരെപ്പോലെ ആവണം? എന്നെപ്പോലെ ആവണോ അതോ ഈ ക്രിയേച്ചേഴ്സിനെ പോലെയൊക്കെ ആവണോ അതോ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ ആയാൽ മതിയോ? എന്താ നിങ്ങളൊക്കെ ആൻസർ? നിങ്ങൾക്ക് എങ്ങനെയാവണമെന്നാ? നമുക്ക് നമ്മളെ പോലെ തന്നെ ആയാൽ മതി അല്ലേ? നമ്മളെ എങ്ങനെയാണോ പടച്ചോൻ സൃഷ്ടിച്ചത് നമുക്ക് അത് മതി അല്ലേ? നമ്മളതിൽ ഹാപ്പിയും ആൻഡ് ലക്കിയല്ലേ? നമ്മൾക്കതിൽ സന്തോഷമാണ്, നമ്മളതിൽ തൃപ്തിപ്പെടുന്നു അല്ലേ? അതാണ് ഈ പോയമിൻ്റെ കണ്ടൻറ്റ് കേട്ടോ. ഐ തിങ്ക് ദ പോയം ഇസ് വെരി ക്ലിയർ. നിങ്ങൾക്ക് ഈ പോയം നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. മിസ് ഒന്നും കൂടി ഈ പോയം റീഡ് ചെയ്ത് തരാം കേട്ടോ. നമുക്ക് ഒരുമിച്ച് റീഡ് ചെയ്യാം കേട്ടോ. ഓപ്പൺ യുവർ ബുക്ക് ആൻഡ് സ്റ്റാർട്ട് റീഡിങ് ദ പോയം. ഓക്കെ, Unit 2, I am lucky. If I were a butterfly, I would be thankful for my wings. If I were a myna in a tree, I would be thankful that I could sing. If I were a fish in the sea, I would be thankful that I can wriggle and giggle with glee. So I just think I am lucky to be me, not you, but me. If I were an elephant. Okay, in this section, in this part 2, what I have taught, മിസ് എന്താ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫസ്റ്റ്, ഇഫ് ഷി വേർ എ എലിഫൻ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ട്രങ്ക് റൈസ് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ താങ്ക്സ് പറഞ്ഞേനെ. ഓക്കെ, എലിഫൻ്റ് ക്യാൻ റൈസ് ദെയർ ട്രങ്ക് അല്ലേ? അവർ ട്രങ്ക് റൈസ് ചെയ്യാൻ പറ്റും, അതിൽ ഞാൻ താങ്ക്സ് പറഞ്ഞേനെ. ഇനി ഞാൻ കാംഗറു ആയിരുന്നെങ്കിലോ എനിക്ക് മൂണിലേക്ക് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യുക. ഹോപ്പ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തേനെ. ഐ വുഡ് ട്രൈ ടു ഹോപ്പ് റൈറ്റ് അപ്പ് ടു ദ മൂൺ. ഇനി ഞാനൊരു ഒക്ടോപ്പസ് ആയിരുന്നെങ്കിലോ? ഒക്ടോപ്പസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ സീ ക്രിയേച്ചർ അല്ലേ? അതൊരു സീയിൽ താമസിക്കുന്ന ഒരു ജീവിയാണ്. അതിന് നിങ്ങൾക്കറിയാം ഒക്ടോപ്പസ് ഹാവ് 8 ആംസ്, 8 ആംസ് ഉണ്ട് അല്ലേ? അപ്പം അതിന് ഞാൻ നന്ദി പറഞ്ഞേനെ. ഓക്കെ, എന്നിട്ട് അവസാനം ഈ കുട്ടി എന്താ പറയണത്? എനിക്ക് അവരൊന്നും ആവണ്ട, എനിക്ക് ഞാനായതിൽ ഞാൻ ലക്കിയാണ്. ഓക്കെ, എനിക്കോ എലിഫൻ്റോ
കാങ്ക്രോ, ഒക്ടോപ്പസ് ഒന്നും ആവണ്ട. എന്നെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതിൽ ഞാൻ ലക്കിയാണ്. ഇതാണ് ഇതിൻ്റെ കണ്ടൻറ്റ് കേട്ടോ. അവസാനം കുട്ടി എന്ത് ചോദിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെ പോലെ ആവണം? നിങ്ങൾക്ക് എന്നെ പോലെ ആവണോ അതോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആയാൽ മതിയോ എന്നാണ്. പക്ഷേ മിസ് ഇതിൻ്റെ ആൻസർ എന്താ പറയണത്? നമുക്ക് നമ്മൾ തന്നെ മതിയില്ലേ. നമ്മളെങ്ങനെയാണോ സൃഷ്ടിച്ചത് അതിൽ നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ലക്കിയാണ്. അങ്ങനെയാണ് നമുക്ക് തോന്നേണ്ടത് കേട്ടോ. എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ചോ മറ്റുള്ളവരെ കണ്ടോ ഒന്നും നമ്മൾ ആഗ്രഹിക്കാനോ കുശുമ്പോ ഒന്നും പാടില്ല. നമ്മളെങ്ങനെയാണോ പടച്ചോൻ സൃഷ്ടിച്ചത് അതിൽ നമ്മൾ ലക്കിയാണ്, നമ്മൾ ഹാപ്പി ആയിരിക്കണം. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗീവ് യു ആൻ ആക്ടിവിറ്റി. നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ഒരു ഈസി ആക്ടിവിറ്റിയാണ് കേട്ടോ. ഈ പോയം നിങ്ങൾക്ക് നന്നായി മിസ് പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, see, let me read the heading. Complete these sentences. ഈ sentences അണ്ടർലൈൻ ചെയ്ത സ്ഥലത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ അവർ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് സെക്ഷൻ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അവർ അനിമൽസ് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഈ അനിമൽസ് ചെയ്യുന്ന ആക്ഷൻസ് ആണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എന്താ അവർ തന്നിട്ടുള്ളത്? ബട്ടർഫ്ലൈ എന്ത് ചെയ്യാന്നാ മിസ് പറഞ്ഞത്? ആ പോയമിൽ മിസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബട്ടർഫ്ലൈ ക്യാൻ ഫ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിങ്സ്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ എന്താണ്? ബട്ടർഫ്ലൈ ക്യാൻ ഫ്ലൈ എന്ന് അവരപ്പുറത്ത് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മൈന. മൈനയുടെ ആക്ഷൻ എന്താണ്? മിസ് ആ പോയമിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണോ നിങ്ങൾ ആ ആക്ഷൻ്റെ താഴെ അത് എഴുതുക. ഓക്കെ, തേർഡ് വണ്ണിൻ്റെ അനിമൽസിൻ്റെ സെക്ഷൻ അവർ ബ്ലാങ്ക് ആക്കി ഇട്ടൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ആക്ഷൻ തന്നിട്ടുണ്ട്. ക്യാൻ റിഗിൾ ചെയ്യണ അനിമൽ ഏതാണ്? അത് മിസ് ആ പോയമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കിയിട്ട് അനിമൽസിൻ്റെ സൈഡ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണിന് അനിമൽസ് തന്നിട്ടുണ്ട്. എലിഫൻറ്റിൻ്റെ ആക്ഷൻ എന്താണ്? മിസ് പോയമിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആക്ഷൻ അവിടെ എഴുതുക. നെക്സ്റ്റ് വൺ ക്യാൻ ഹോപ്പ്. ഏത് അനിമലാണ് ഹോപ്പ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതാണെന്ന് അതിൻ്റെ അനിമൽസിൻ്റെ സൈഡിൽ എഴുതണം കേട്ടോ. നെക്സ്റ്റ് വൺ ഇനി നിങ്ങൾക്ക് എന്ത് ആക്ഷനാണോ ചെയ്യാൻ പറ്റുക അത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ഡാൻസ് എന്നോ ഐ ക്യാൻ ജമ്പ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ആക്ഷനാണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് എഴുതാം ആ സെക്ഷനിൽ. ഈ ആക്ടിവിറ്റി ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുന്നു. അവസാനം ചോദിച്ച യുടെ നേരെ നമ്മളോടാണ് ചോദിക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് ആക്ഷനാണോ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾക്ക് എന്ത് ആക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സോ ഐ തിങ്ക് വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ. താങ്ക് യു. സീ യു സൂൺ.